ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും വർക്കിങ്ങോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ആൾറെഡി പഠിച്ച കാര്യങ്ങൾ എങ്ങനെ എഴുതണം എന്ന് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. നമ്മൾ പെട്രോൾ എഞ്ചിനായിരുന്നാലും ഡീസൽ എഞ്ചിനായിരുന്നാലും അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനായിരുന്നാലും 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ, 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 2 സ്ട്രോക്കിൻ്റെയും 4 സ്ട്രോക്കിൻ്റെയും ബോത്ത് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻസിൻ്റെ വർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻസ് എന്നായിരിക്കാം. അവിടെ 2 സ്ട്രോക്ക് ആണോ 4 സ്ട്രോക്ക് ആണോ എന്നൊന്നും പറയുന്നില്ല. ജസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻ എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നത്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻസ് എന്നൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിക്കുന്നത്, അല്ല 2 സ്ട്രോക്കിൻ്റെയോ 4 സ്ട്രോക്കിൻ്റെയോ വർക്കിംഗ് അല്ല ചോദിക്കുന്നത്. ഈ ഡീസൽ എഞ്ചിൻസിൻ്റെ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് ആൻസർ എഴുതേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നമുക്ക് ആൾറെഡി അറിയാം. പെട്രോൾ എഞ്ചിൻസിൻ്റെയും വർക്കിംഗ് നമുക്കറിയാം, ഡീസൽ എഞ്ചിൻസിൻ്റെയും വർക്കിംഗ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എക്സാമിന് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ 2 സ്ട്രോക്കിൻ്റെയോ 4 സ്ട്രോക്കിൻ്റെയോ ഫിഗർ വരയ്ക്കാൻ പാടില്ല. പകരം നമ്മുടെ PV ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. പെട്രോൾ എഞ്ചിൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രാമാണ് വരച്ച് കാണിക്കേണ്ടത്. അതേസമയം വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഡീസൽ സൈക്കിളിൻ്റെ PV ഡയഗ്രാം വരച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ PV ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം കാണിച്ചിരുന്ന ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രാമാണ്. അതിൻ്റെ കൂടെ ഇവിടെ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സും കൂടെ ഈ PV ഡയഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 5-1 എന്ന് പറയുന്ന ഈ ഹൊറിസോണ്ടൽ ലൈൻ, അത് സക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ PV ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇവിടെ 5-1 എന്ന് പറയുന്ന പ്രോസസ്സ് അതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് 2 സൈഡിലോട്ടും ആരോ ഇടാം. അത് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇതേപോലെ തന്നെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ PV ഡയഗ്രാം വരയ്ക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രോസസ്സ്, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരും. 5-1 എന്ന് പറയുന്ന പ്രോസസ്സ്, 2 സൈഡിലോട്ടും ആരെയുള്ള ഒരു പ്രോസസ്സ്, അതും കൂടെ ആഡ് ചെയ്യണം. അത് സക്ഷൻ സ്ട്രോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു PV ഡയഗ്രാം ആയിരിക്കണം നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കേണ്ട ഫിഗർ. അങ്ങനെ ഈ ഒരു ഫിഗർ വരച്ചിട്ട് എന്നിട്ട് നമ്മൾ എഴുതേണ്ട എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. പെട്രോൾ ആയിരുന്നാലും ഡീസൽ ആയിരുന്നാലും 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് പഠിച്ചു. അത് തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എഴുതുമ്പോൾ ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചത് ഓരോന്നും ഓരോ പാരഗ്രാഫായിട്ട് എഴുതുന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഓരോ സ്ട്രോക്കിൻ്റെ പേരെന്താണെന്ന് എഴുതി അതിനെ ഓരോ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ പല പല പാരഗ്രാഫ് 4 പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, സബ് ഹെഡിങ് ഒന്നും വേണ്ട, ഹെഡിങ് ഒന്നും ഇല്ലാതെ ഒറ്റ പാരഗ്രാഫായിട്ട് തന്നെ ആ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് അങ്ങ് എഴുതി വയ്ക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻ ചോദിക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് അതുപോലെ സിംഗിൾ പാരഗ്രാഫ് ഒറ്റ പാരഗ്രാഫ് ആക്കി അങ്ങ് കംപ്ലീറ്റ് അങ്ങ് എഴുതുക. അതുപോലെ തന്നെ ഡീസൽ സൈക്കിളിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഒറ്റ പാരഗ്രാഫ് ആക്കി, ഹെഡിങ് ഒന്നും ഇല്ലാതെ ഒറ്റ പാരഗ്രാഫ് ആക്കി അങ്ങ് എഴുതി വെച്ചാൽ മതി. അത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. അതല്ല കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള ആൻസർ വേണമെങ്കിൽ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കുറച്ചും കൂടെ സിമ്പിളാക്കി, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങിനേക്കാളും കുറച്ചും കൂടെ സിമ്പിളാക്കി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനായിരുന്നാലും ഡീസൽ എഞ്ചിനായിരുന്നാലും അത് ബെഞ്ചമിൻ്റെ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ സംഭവം അതിൻ്റെ വർക്കിംഗ് ഒന്നും ഇനി ഞാൻ പുതിയതായിട്ട് പറയേണ്ട ആവശ്യമില്ല. ആൾറെഡി നമ്മൾ വർക്കിംഗ് എല്ലാം പഠിച്ചത് തന്നെയാണ്. അത് തന്നെ കുറച്ചും കൂടെ മോഡിഫിക്കേഷനിൽ ആ സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ട ആൻസർ. ഇവിടെ ഇപ്പോൾ നോക്കുക, നമ്മളിവിടെ ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഓട്ടോ സൈക്കിളാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ആഡ് ചെയ്ത്, ഈ പ്രോസസ്സാണ് നമ്മുടെ സക്ഷൻ സ്ട്രോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോസസ് 5-1 എന്ന് പറഞ്ഞാൽ സക്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സക്ഷൻ സ്ട്രോക്കിന്. അതായത് പിസ്റ്റൺ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു, അത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രോസസ്സാണ് ഈ 5-1 എന്ന് പറയുന്നത്. അത് സക്ഷനെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് പിസ്റ്റൺ തിരിച്ച് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. അപ്പോഴാണ് കംപ്രഷൻ നടക്കുന്നത്. ആ പ്രോസസ്സാണ് ഈ പ്രോസസ് 1-2 എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. അത് പ്രോസസ് 1-2 ആണ്. ഈ പിസ്റ്റൺ ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോഴാണ് കംപ്രഷൻ നടക്കുന്നത്. ആ പ്രോസസ്സാണ് പ്രോസസ് 1-2 എന്ന് പറയുന്നത്.
അത് കഴിഞ്ഞ് ഈ പിസ്റ്റൺ എന്നുള്ളത് ഇന്നർ ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തിയതിന് ശേഷമാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് കൊടുക്കുന്നതും അവിടെ കമ്പസ്റ്റിംഗ് നടക്കുന്നതും അവിടെ പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ആവുന്നത്. പിസ്റ്റനെ പുഷ് ചെയ്ത് അപ്പോൾ ഔട്ടർ ഡെഡ് സെൻറ്ററിലോട്ട് അത് പുഷ് ചെയ്യുന്നത് ആ ഒരു പവർ സ്ട്രോക്കിലാണ്. ആ പവർ സ്ട്രോക്കാണ് ഈ രണ്ട് പ്രോസസ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് 2, 3യും അതിൻ്റെ കൂടെ തന്നെ പ്രോസസ്സ് 3, 4ഉം. ഈ രണ്ട് പ്രോസസ്സും കൂടെ ചേർന്നതാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹോട്ട് ബോഡി കൊണ്ട് വെച്ച് കൊടുക്കുന്നതും ഹോട്ട് ബോഡി റിമൂവ് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം പഠിച്ചത്. അപ്പോൾ അതെല്ലാം ഈ കമ്പസ്റ്റിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നതാണ്. കമ്പസ്റ്റിംഗ് നടന്നിട്ടാണ് പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഈ രണ്ട് പ്രോസസ്സ് ചേർന്നാണ് ഈ പവർ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് 4-1 ആണ് ഈ എക്സോസ്റ്റ് സ്ട്രോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് PV ഡയഗ്രാമിന് ഇങ്ങനെ ഓരോ സ്ട്രോക്കായിട്ട് ഡിവൈഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് എഴുതുമ്പം വേണമെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ ഓരോ പ്രോസസ്സിലും എന്താണ് നടക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. പ്രോസസ്സ് 5-1 സെക്ഷനാണ് നടക്കുന്നത്. പ്രോസസ്സ് 1-2 കംപ്രഷൻ നടക്കും. പ്രോസസ്സ് 2, 3യും 3, 4ഉം കൂടെ കമ്പൈൻ ചെയ്താണ് പവർ സ്ട്രോക്ക് സംഭവിക്കുന്നത്. പ്രോസസ്സ് 4-1 എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ആണ് നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു കുറച്ച് സെൻറ്റൻസ് കൂടെ നിങ്ങൾക്ക് വർക്കിങ്ങിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഡീസൽ എഞ്ചിൻ്റെ കേസ് വരുന്നത്. ഇവിടെ 5-1 എന്ന് പറഞ്ഞാൽ സക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 1-2 എന്ന് പറയുന്നത് കംപ്രഷനെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സ് 2, 3യും 3, 4ഉം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് പവർ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. പ്രോസസ്സ് 2, 3യിലാണ് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ നടക്കുന്നത്. പ്രോസസ്സ് 2, 3യിലാണ്. അതിനെ തുടർന്ന് കമ്പസ്റ്റിംഗ് നടന്ന് പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുമ്പോൾ പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പ്രോസസ്സ് 2, 3യും 3, 4ഉം രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് പവർ സ്ട്രോക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞ് പ്രോസസ്സ് 4-1 ആണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള ബേൺഡ് ഗ്യാസസ് പുറത്തു പോകുന്ന ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് 4-1 ആണ്. അപ്പോൾ ഈ പോയിന്റ്സും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ അകത്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാധാരണ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ PV ഡയഗ്രാം വരച്ചാൽ മതി. PV ഡയഗ്രാം വരച്ചിട്ട് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് തന്നെ അങ്ങ് എഴുതി വെച്ചാൽ മതി. സിംഗിൾ പാരഗ്രാഫ് ആയിട്ട് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് തന്നെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതല്ല എങ്കിൽ ബെഞ്ചമിൻ്റെ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലനേഷനും കിട്ടും. അപ്പോൾ ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെട്രോൾ എഞ്ചിൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡീസൽ എഞ്ചിൻസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.